ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള ചരിത്രത്തിലെ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യ സമരമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യ സമരമാണ്. കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അപ്പോൾ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇനി ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അതായത് പണി കഴിപ്പിച്ചത് 1695 അഞ്ചുതെങ്ങ് കലാപം 1697 അതായത് കോട്ട പണി കഴിപ്പിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. ഈ ഒരു കോട്ടയുടെ ആകൃതി എങ്ങനെയാണ്? ചതുരാകൃതിയിലുള്ള കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? കേരളത്തിലെ നടന്ന ആദ്യത്തെ ഒരു സമരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695 ഈ ഒരു കോട്ടയുടെ ആകൃതി എന്ന് പറയുന്നത് ചതുരാകൃതിയിലാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 ഇത്രയും പോയിൻറ്റ്സ് ഈ ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും അഞ്ചുതെങ്ങ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കുറച്ച് പോയിൻറ്റ്സിലോട്ട് നോക്കാം. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷുകാരാണല്ലോ ഈ ഒരു കോട്ട പണിയുന്നത്. അപ്പം ഇവർക്ക് ഈ ഒരു സ്ഥലത്ത് അനുമതി നൽകിയ ഒരു വ്യക്തിയുണ്ട്. അതാണ് ആറ്റിങ്ങൽ റാണി, അല്ലെങ്കിൽ ഉമയമ്മ റാണി എന്നും അറിയപ്പെടുന്നുണ്ട്. ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി. ഈ അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. ഉമയമ്മ റാണിയുടെ കാലത്ത് ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ നൽകിയ സ്ഥലത്ത് വ്യാപാരശാല നിർമ്മിച്ചത് എപ്പോൾ? വ്യാപാരശാലയാണ് 1684. നമ്മൾ അഞ്ചുതെങ്ങ് കോട്ട പറഞ്ഞു 1695. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ഓക്കെ, ആരാണ് ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു കോട്ട പണിയാനായിട്ട് ആ ഒരു സ്ഥലം നൽകിയത്? ആറ്റിങ്ങൽ റാണി, അതല്ലെങ്കിൽ ഉമയമ്മ റാണി എന്നും കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഉമയമ്മ റാണി എന്ന്. ഓക്കെ, എവിടെയാണ് അഞ്ചുതെങ്ങ്? തിരുവനന്തപുരത്ത്. ഏത് ആകൃതിയിലാണ്? ചതുരാകൃതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഏത് വർഷം? 1697. ആ സമയത്ത് വേണാട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ വേണാട്ടിലെ രാജാവ് ആരായിരുന്നു? രവിവർമ്മയായിരുന്നു. ഓക്കെ, അതായത് ഉമയമ്മ റാണി ഈ ഒരു സ്ഥലം അവർക്ക് നൽകി. അതിനുശേഷം വന്ന രാജാവാണ് രവിവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ 1697 ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലുള്ള ആ ഒരു കലാപം, അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ആ സമയത്ത് വേണാട് രാജാവ് രവിവർമ്മയാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ സ്ഥലം നൽകിയതാരാണ്? ആറ്റിങ്ങൽ റാണി അഥവാ ഉമയമ്മ റാണിയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ വ്യാപാരശാല എപ്പോഴാണ് പണിതത്? 1684. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണിതത് എപ്പോഴാണ്? 1695. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് അഞ്ചുതെങ്ങ് കലാപവുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി റീകളക്ട് ചെയ്ത് നോക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. നിങ്ങൾ ഓർത്ത് നോക്കുക, അഞ്ചുതെങ്ങ് കോട്ട എപ്പോഴാണ് പണി കഴിപ്പിച്ച വർഷം, അഞ്ചുതെങ്ങ് എവിടെയാണുള്ളത്, ഏത് ജില്ലയിലാണ്, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ആ ഒരു കോട്ട പണിയാനായിട്ട് സ്ഥലം നൽകിയത് ഏത് ഭരണാധികാരിയാണ്, ഈ ഒരു അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന സമയത്ത് വേണാട് രാജാവ് ആരാണ്, ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ ആകൃതി എന്താണ്, ഇനി ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു പ്രധാന കാരണം കുരുമുളകിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയതാണ്. അപ്പം ഇത്രയും പോയിൻറ്റ്സ്, മാക്സിമം പോയിൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരു പോയിൻറ്റ്സും നമുക്ക് ഇതിൽ നിന്നും വിട്ടുകളയാനായിട്ടില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണം എന്നുള്ളത് നമ്മളോട് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്ക്
അടുത്ത ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. മാക്സിമം നമ്മൾ കേരള ചരിത്രത്തിൻ്റെ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.